ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് മാത്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. നമ്മളിനി പറയാൻ പോണതേ ഇൻ്റർസെക്ഷനാണ്. എന്താട്ടെ ഇൻ്റർസെക്ഷനിൽ നമ്മൾ ഇൻ്റർസെക്ഷൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതിനെ ബേസ് ചെയ്ത് വരുന്ന ഡിസ്ജോയിൻ്റ് സെറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ നമുക്ക് ഡിസ്ജോയിൻ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഏതാണ്ട 1 2 3 4ഉം അതുപോലെ ബി എന്താണ്, ബി 3 4 5ഉം ആണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് അല്ലേ, അതിന് നമ്മൾ എന്ത് പറയുക, എ ഇൻ്റർസെക്ഷൻ ബി. എന്താണ്ട എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. ആൻസർ എന്താണ്, ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെ എലമെൻ്റ് ആണ്, 3ഉം 4ഉം ആണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. എന്താണ്ട ഇൻ്റർസെക്ഷൻ. നമുക്ക് ഇനി പറയേണ്ട സാധനം ഡിസ്ജോയിൻ്റ് ആണ്. എന്താണ്ട ഡിസ്ജോയിൻ്റ് സെറ്റ്. ഏതാണ്ട ഡിസ്ജോയിൻ്റ് സെറ്റ്. ഡിസ്ജോയിൻ്റ് സെറ്റ് എന്താണ് ഡിസ്ജോയിൻ്റ് സെറ്റ്, നമുക്ക് നോക്കാം. സപ്പോസ് എ എന്ന് പറയുന്ന സെറ്റ് 1 2 3ഉം അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് 4ഉം 5ഉം ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ കരുതുക അങ്ങനെ. ഓക്കെ, എ ഏതാണ്ട 1 2 3ഉം ബി എന്താണ്ട മക്കളെ 4 5ഉം ആണ്. രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്കി. എ ഇൻ്റർസെക്ഷൻ ബി, രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. രണ്ടിലും കോമൺ ആയിട്ട് എടുക്കാൻ ഒരു എലമെൻറ്റും എന്താണ് ഇവിടെ ഇല്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ഡിസ്ജോയിൻ്റ് സെറ്റ്. ആൻസർ എന്താണ്ടാ, ഒന്നുമില്ലല്ലോ കോമൺ ആയിട്ട് എടുക്കാൻ. അങ്ങനെ ഒന്നും കോമൺ ആയിട്ട് എടുക്കാൻ ഇല്ല എങ്കിൽ നമ്മൾ തന്നെ പറയുന്ന പേരാണ് എം ഡി സെറ്റ്, അല്ലെങ്കിൽ നൾ സെറ്റ്, അല്ലെങ്കിൽ എന്താണ് മക്കളെ വോയിഡ് സെറ്റ്. നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, 5. ഓക്കെ, സോ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്ട 5 ആണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള സെറ്റുകൾ പറയുന്ന പേരാണ് എന്ത്, ഡിസ്ജോയിൻ്റ് സെറ്റ്. നമുക്കിതിന് എന്ത് ചെയ്യണം, വെൻ ഡയഗ്രത്തിലൂടെ കാണിക്കണ്ടേ, വെൻ ഡയഗ്രാം. അപ്പോൾ നമ്മളെങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യും, ഇതാണ് യു അല്ലേ. അതിനകത്ത് രണ്ട് സെറ്റ്, ഒന്ന് എ എന്ന് പറയുന്ന സെറ്റും അടുത്തത് എന്താണ്ട ബി എന്ന് പറയുന്ന സെറ്റും. ഇത്രയേ ഉള്ളൂ. കാരണം ഇവിടെ രണ്ടിലും എന്താണ് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, രണ്ടും എന്താണ് ഇൻ്റർസെറ്റ് ചെയ്യുന്നില്ല, രണ്ടും കൂട്ടിമുട്ടുന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള സെറ്റുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ഡിസ്ജോയിൻ്റ് സെറ്റ്. ഓക്കെ, അവിടെ നമുക്ക് അടുത്ത ദിവസം നോക്കിയേ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 മുതൽ ഏത് 1 മുതൽ 10 വരെ ഉണ്ട്. അടുത്ത ബി എന്ന് പറയുന്ന സെറ്റ് ഏതാണ്ട 2 3 5 7 ആണ്. ആൻഡ് ഹെൻസ് ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ആൻഡ് ഷോ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ബി എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്ട എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്ട ബി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഇവിടെ എന്ത് ചെയ്യാം, എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും, എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയുണ്ട, നമുക്കറിയാം. കോമൺ ആയിട്ട് വരുന്ന ഇവിടെ ആരൊക്കെയാണ്, 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ 3 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 5 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 7ഉം എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയുടെ ആൻസർ എന്തായിരിക്കും, പറഞ്ഞു. എന്താണ് ആൻസർ, 2 3 5 7. ഇത് തന്നെയല്ലേ ആര്, ബി എന്ന് പറയുന്നത് അല്ലേ. ബി ആര് തന്നെയാണ്, 2 3 5 7 തന്നെയല്ലേ. സോ ആൻസർ എന്ത് തന്നെയാണ്, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, ബി. സോ ഫൈനൽ നമുക്ക് എന്ത് എഴുതാം, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഇവിടെ, ബി തന്നെയാണ്. ക്ലിയർ, വളരെ എളുപ്പമുണ്ടാവും, ഒന്നും നമുക്ക് തന്നെ ചെയ്യാനില്ല. ഇവിടെ നെക്സ്റ്റ് അടുത്ത നിങ്ങൾ നോക്കിക്കോണേ. നമുക്കിവിടെ അടുത്ത് വേണ്ടത് ഡിഫറൻസ് ആണ്. എന്താണ് മക്കളെ, ഡിഫറൻസ്. എ മൈനസ് ബിയും അതുപോലെ ബി മൈനസ് എ, അതിനെ നമ്മൾ എന്ത് പറയുക, ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ എ മൈനസ് ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയാണെന്ന് ആദ്യം നോക്കുക. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്, 3 രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ. അതുപോലെ 4 രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ളതിനെ എയിൽ നിന്ന് എന്ത് ചെയ്യുക, അങ്ങ് മൈനസ് ചെയ്യുക. അതാണ് ആരെന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. ചുരുക്കം പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ബിയുടെ ഒരു എലമെൻറ്റ് പോലും അവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാണ്, 3ഉം 4ഉം അല്ലേ. അതിനങ്ങ് എയിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 1 2. ഏതാണ്ട 1 2, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എയിൽ ബിയുടെ ഏതെങ്കിലും എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് പതുക്കെ റിമൂവ് ചെയ്ത് കളയുക, അത്രയേ ഉള്ളൂ. സോ എ മൈനസ് ബി ആൻസർ എന്താണ്, 1 2. അടുത്തത് ബി മൈനസ് എ ആണ് ചോദിക്കുന്നതെങ്കിലോ, ബി മൈനസ് എ. ബിയിൽ നിന്ന് എയിലുള്ള ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങ് എന്ത് ചെയ്യുക, എടുത്ത് കളയുക, അത്രയേ ഉള്ളൂ. ബിയിൽ ആരൊക്കെ ഉണ്ട്, 3ഉം 4ഉം ഉണ്ട് അല്ലേ. എയിലുള്ള 3ഉം 4ഉം എവിടെയുണ്ട്, ബിയിലുണ്ട് അല്ലേ. എടുത്ത് കളയുമ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും, 5 6 7 കിട്ടും. ഇത് കിട്ടും 5 6 7. ഇതാണ് എന്ത്, എ മൈനസ് ബിയും അതുപോലെ എന്താണ് മക്കളെ, ബി മൈനസ് എ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്കിതിൻ്റെ വെൻ ഡയഗ്രം കൂടെ വരച്ചാലോ, സ്റ്റാർട്ട് ചെയ്യാം. എന്താ നോക്കിക്കോ, വെൻ ഡയഗ്രം ഭയങ്കര ഈസിയാണ്.
ഇതാ വെൻ ഡയഗ്രം നോക്കിക്കോണേ. ഇതാ ഇത് നമുക്ക് പേര് കൊടുക്കാം. ഇത് എയും ഇതെന്താണ്ട മക്കളെ ബിയും. ഇതാ ഇത്രയും പോർഷൻ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ഒരു പോർഷൻ ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഒരു പോർഷൻ. ഇതാണ് ആര്? ഇതാണ് എ മൈനസ് ബി. ആരാണ്ട മക്കളെ? എ മൈനസ് ബി. എ മൈനസ് ബി. അതുപോലെ അടുത്ത ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് ബി മൈനസ് എ. ഇതാണ് ആര്? ഇതാണ് ബി മൈനസ് എ. ബി മൈനസ് എ. ഇതാണ് വെൻ ഡയഗ്രം. ഇത് എന്താണ്ട യു. ഇത്രയേ ഉള്ളൂ വെൻ ഡയഗ്രം. ഓക്കെ. എ മൈനസ് ബി എന്താണ്? ഞാൻ യെല്ലോ ഷെയ്ഡ് പോർഷനിലാണ് എന്ത് നമ്മുടെ ഏതെന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു പോർഷനാണ് ഏത്? ഇതാണ് ഇത്രയും പോർഷനാണ് ഏത്? എ മൈനസ് ബി. ഇതാ ഇത്രയും പോർഷനാണ് ആരുടെ മക്കളെ? ബി മൈനസ് എ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കിയേ. ഇഫ് എക്സ് ഈക്വൽ ടു ഏതാണ്ട മക്കളെ എ ബി സി ഡിയും അതുപോലെ എന്താണ് വൈ ഈക്വൽ ടു എഫ് ബി ഡി ജിയും ആണ്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത് എക്സ് മൈനസ് വൈ. അപ്പോൾ നമ്മൾ നോക്കുക രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? എ ഉണ്ടോ അപ്പുറത്ത്? ഇല്ല. ബി ഉണ്ടോ? ഇല്ല. സി രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടോ? ഇല്ല. ആകെ ഉള്ളത് എന്താണ്? ഡി മാത്രമേ ഉണ്ട്. ബി ഉണ്ട് അല്ലേടാ മക്കളെ? ബി. ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്. അതുപോലെ ഇവിടെയും ഡി ഉണ്ട്, ഇവിടെയും ആരുണ്ട്? ഡി ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരാണ് ഇപ്പോൾ ഉള്ളത്? ബി ഡി അല്ലേ? ബിയും ഉണ്ട് ഡിയും രണ്ടിലും എന്താണ് കോമൺ ആയിട്ടുണ്ട് അല്ലേ? എക്സ് എന്ന് പറയുന്ന സെറ്റിലും വൈ എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയിട്ട് ബിയും ഡിയും ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? എക്സ് മൈനസ് വൈ. എക്സിൽ നിന്ന് വൈയുടെ എലമെൻറ്റിനെ മൈനസ് ചെയ്യുക. അപ്പോൾ എന്താണ്? ബിയും ഡിയും പോയപ്പോൾ നമുക്ക് അവിടെ ആരെ കിട്ടും? എയും സിയും കിട്ടും. ഇത്രയേ ഉള്ളൂ എക്സ് മൈനസ് വൈ. ഇനി വൈ മൈനസ് എക്സ് ആണ് ചോദിക്കുന്നതെങ്കിലോ വൈയിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ആരാണ്? ബിയും ഡിയും പോകുമ്പോൾ പിന്നെ ബാക്കി അവിടെ ആരാണ്? എഫും ജിയും ആണ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായില്ല. എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഏതാണ്ട് എക്സ് ഇൻ്റർസെക്ഷൻ വൈ? നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ഏതൊക്കെയാണ് പറഞ്ഞു? ബിയും ഡിയുമാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ക്ലിയർ? എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത സെക്ഷൻ ആണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എന്താണ് മക്കളെ കോംപ്ലിമെന്റ്? കോംപ്ലിമെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? എ ഇട്ടിട്ട് മുകളിൽ നമ്മൾ എന്തിടും? ഒരു ഡാഷ് ഇടും. ഇതാണ് എന്ത്? എ കോംപ്ലിമെന്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട്? എ ഇട്ടിട്ട് മുകളിൽ എന്തിടോ മക്കളെ? ഒരു ഡാഷ് ഇടും. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ്. എന്താണ് മക്കളെ? കോംപ്ലിമെന്റ്. അപ്പോൾ എന്താണ് കോംപ്ലിമെന്റ്? ഇപ്പോൾ ഇതൊരു യൂണിവേഴ്സ് ആണല്ലേ? ഈ യൂണിവേഴ്സിൽ ഞാനൊഴികെ ബാക്കിയുള്ള എല്ലാം അതിനാണ് നമ്മൾ എന്ത് പറയുക? എ കോംപ്ലിമെന്റ്. ഇവിടെ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ഒഴിവാക്കും. ഇവിടെ നോക്കിയേ, ഒരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാണ് യൂണിവേഴ്സൽ സെറ്റ്? ഇവിടെ ഏതാണ്? 1 മുതൽ 5 വരെയാണ് അല്ലേ? എ എന്ന് പറയുന്ന സെറ്റ് ഏതാണ്ടാ മക്കളെ? 1 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ ആണ്. എന്താണ് മക്കളെ? യു മൈനസ് എ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണല്ലേ? അതിൽ നമുക്ക് ആരെ മൈനസ് ചെയ്യണം? എ എന്ന് പറയുന്ന സെറ്റായ 1 2നെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ആ സെറ്റിൽ നിന്ന് 1ഉം 2ഉം പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ ആരാണ്? 3 4 5. ഇതാണ് ആര്? എ കോംപ്ലിമെന്റ്. ക്ലിയർ ആണോ? വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഇവിടെ നമുക്ക് എന്ത് വരച്ച് വെക്കണം? വെൻ ഡയഗ്രം എന്ത് ചെയ്യണമെന്ന് വരയ്ക്കണം. ഇതാ വേണ്ട. ഇതെന്താണ്? യു ആണ്. നമ്മളെന്താണ്? ഇതാണ് എന്ത്? ഇതാണ് എ. ഓക്കെ. ഇതാണ് ആര്? എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ് എ. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇത്രയും സാധനമാണ്. ഇത്രയും സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക? എ കോംപ്ലിമെന്റ്. ഇതാണ് ആര്? എ കോംപ്ലിമെന്റ്. യുവിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കും? എ ഒഴിവാക്കും. ബാക്കിയുള്ള പോർഷനാണ് ആര്? എ കോംപ്ലിമെന്റ്. ഇവിടെ 2026 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് തരാൻ പോകുന്നത്. എ ആൻഡ് ബി ആർ 2 സെറ്റ് സച്ച് ദാറ്റ് എ മൈനസ് ബി എത്രയാണ്ടാ മക്കളെ? 1 2 ആണ്. അതുപോലെ ബി മൈനസ് എ എത്രയാണ്? 4 5 ആണ്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 7 8 ആണ്. ദെൻ ദി സെറ്റ് ബി നമുക്കിവിടെ ബി ഏതാണെന്ന് സെറ്റ് ബി ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് നോക്കിക്കോ. ഇവിടെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി സെറ്റ് 1 2 ആണെന്ന് പറയുന്നുണ്ട്. അതായത് എയിൽ നിന്ന് ബിയിലുള്ള എല്ലാ എലമെൻറ്റും നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കി എയിൽ ഇനി ആരേ ഉള്ളൂ? 1ഉം 2ഉമേ ഉള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട് 2 ഉണ്ട്. ആരുണ്ട്? 1ഉം ഉണ്ട് 2 ഉണ്ട്. അതുകൊണ്ടാണല്ലോ
എയിൽ നിന്ന് ബി കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ 1 2 എന്ന് കിട്ടുന്നത് ആണോ അല്ലേ? അത് എയിലുള്ള എലമെൻ്റ് ആണ്. 1 2 എവിടെയുള്ള എലമെൻ്റ് ആണ്? എയിൽ ഉള്ള എലമെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ബി മൈനസ് എ. ബി മൈനസ് എ എത്രയാണ്? 4 5 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബിയിൽ നിന്ന് എയിലുള്ള എലമെൻറ്റ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബിയിൽ ആരേ ഉള്ളൂ? 4ഉം 5 ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ 4ഉം 5 എവിടെയുള്ള എലമെൻ്റ് ആണ്? ബിയിൽ തന്നെ ഉള്ള എലമെൻ്റ് അല്ലേ 4ഉം 5ഉം? ആണല്ലോ, അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 7 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 7 8 എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എയിലും 7 8 ഉണ്ട്, അതുപോലെ ബിയിലും ആരുണ്ട്? 7 8 ഉണ്ട് അല്ലേ? അപ്പോൾ എയിൽ നമ്മൾ എന്ത് ചെയ്യും? 7 8 ഉണ്ട്, അതുപോലെ ബിയിലും ആരുണ്ടാ? 7 8 ഉണ്ട്. അപ്പോൾ അവർ തന്നിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ എന്താണ് എയും ബിയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാം. സോ നമുക്കിവിടെ അവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ ദി സെറ്റ് ബി, നമുക്ക് ഏതാണ് ബി ആണ് വേണ്ടത്. ഇവിടെ ആൻസർ ബിക്ക് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്ടാ? 4 5 7 8 ആണ്. അതാണ്ട് നമ്മളെ 4 5 7 8. ഇതാ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇതാ ഇവിടെ എന്താണ് സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? സെക്കൻഡ് ഓപ്ഷൻ ഏതാണ്ടാ? 4 5 7 8 ആണ്. ഇതാണ് നമ്മുടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ആൻസർ ഇതാണ്. നിങ്ങൾക്ക് ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് എന്താണ്? 1 മാർക്ക് കിട്ടണം. 1 മാർക്ക് എന്താണ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട് അല്ലേ? നമുക്കിത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് എടുക്കാം? LHS. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ ആദ്യം കണ്ടുപിടിക്കാം. ആദ്യം എം യൂണിയൻ എൻ വേണ്ടേ? അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ എം യൂണിയൻ എൻ എന്തായിരിക്കും കൂടെ? എം യൂണിയൻ എൻ. എമ്മും എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് കമ്പൈൻ ചെയ്ത് എഴുതും അല്ലേ? അതാണ് എം യൂണിയൻ എൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്നിൽ ആരുണ്ട്? എ ഉണ്ട്, രണ്ടിലും എന്താണ്? സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം സി എഴുതിയില്ല? എലമെൻറ്റ്സ് സെറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് ആര്? എം യൂണിയൻ എൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? എ, സി, ഡി, ഇ, എഫ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത വേണ്ട സാധനം എൽ മൈനസ് എം കൊണ്ട് ചോദിക്കാം. എൽ മൈനസ് എം. എൽ മൈനസ് എം അല്ലേ? എല്ലിൽ നിന്ന് കോമൺ ആയിട്ടുള്ള അല്ലേ? എല്ലിലും എമ്മിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ടാ? എ ഇല്ല, ബി ഇല്ല, പക്ഷെ ആരുണ്ട്? സി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട് അല്ലേ? അപ്പോൾ എൽ മൈനസ് എം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ എല്ലിൽ നിന്ന് ഒഴിവാക്കും അല്ലേ? അപ്പോൾ സിയും ഡിയും പോയി നമുക്ക് എൽ മൈനസ് എം എന്ത് കിട്ടും? എ ബി. ഏതാണ്ട് മക്കളെ എ ബി. അടുത്തത് എൽ മൈനസ് എൻ വേണം അല്ലേ? എൽ മൈനസ് എൻ എന്താണ്? എൽ മൈനസ് എൻ തിരിച്ച് നമ്മൾ പറയും പോലെ എന്താണ്? എല്ലിലും എന്നിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് നോക്കും. നമുക്ക് എല്ലും എന്നും ആണ്. എല്ലിൽ എ ഉണ്ട്, എല്ലിൽ എ ഉണ്ട്, എന്നിലും ആരുണ്ട്? എ ഉണ്ട് അല്ലേ? അടുത്തത് സിയിൽ എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വേറൊരു ആളാണ് ആര്? സി. ആരാണ്ട് മക്കളെ? സി. രണ്ടിലും എല്ലിലും എൻ എന്ന് പറയുന്ന ഈ 2 സെറ്റിനകത്ത് കോമൺ ആയിട്ടുള്ള 2 ആൾക്കാരാണ് ആര്? എയും സിയും. അപ്പോൾ എല്ലിൽ നിന്ന് ഈ എൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൽ നിന്ന് എയും സിയും ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇത് ബി ഡി. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് അപ്ലൈ ചെയ്യാം. നമുക്ക് നേരെ ആദ്യം എന്ത് എഴുതാം? LHS എഴുതാം. എന്ത് എഴുതാം? LHS. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആരാണ്? പറഞ്ഞു എൽ മൈനസ് എം യൂണിയൻ എൻ. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ട്? എൽ, എ, ബി, സി, ഡി. അതിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? എം യൂണിയൻ എൻ. എം യൂണിയൻ എൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എ, സി, ഡി, ഇ, എഫ്. അപ്പോൾ എന്താണ്? എൽ മൈനസ് എം യൂണിയൻ എൻ എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളതിന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നാണ്. രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഇതെവിടെ നോക്കിക്കേ. എ ഇവിടെ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. സി ഇവിടെ ഉണ്ട്, ഇവിടെ ആരുണ്ട്? സി ഉണ്ട്. ഡി ഇവിടെ ഉണ്ട്, ഇവിടെ ആരുണ്ട്? ഡി ഉണ്ട് അല്ലേ? നമുക്ക് എന്താണ്? ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇ ഇവിടെ ഇല്ല, എഫ് ഇവിടെ ഇല്ല, രണ്ടിലും കോമൺ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ആയിട്ടുള്ള എയും സിയും ഡിയും ഈ ഒരു സെറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കും? എയും സിയും ഡിയും ഒഴിവാക്കും. പിന്നെ ബാക്കി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ് മക്കളെ? ബി ആണ്. അതാണ് സെറ്റ് ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? നമ്മുടെ അടുത്ത പാർട്ടായിട്ടുള്ള RHSലേക്ക് പോവാം. RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? അപ്പോൾ എൽ മൈനസ് എം അതവിടെ എഴുതുക ആദ്യം. എൽ മൈനസ് എം ഇൻ്റർസെക്ഷൻ എൽ മൈനസ് എൻ എന്ന് എഴുതുക. അപ്പോൾ എൽ മൈനസ് എം എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? എൽ മൈനസ് എം സെറ്റ് എ ബി ആണ്. എന്താണ്? സെറ്റ് എ ബി ആണ്.
ഇൻ്റർസെക്ഷൻ L-N എന്ന് പറയുമ്പോൾ ആരാണ്? അത് സെറ്റ് BD ആണ്. നമ്മുടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾ ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ B ഉണ്ട്, ഇവിടെ എന്താണ് കോമൺ ആയിട്ട് B ഉണ്ട് അല്ലേ? സോ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾ ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ B മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്താണ് മക്കളെ? സെറ്റ് B ആണ്. ഓക്കെ, സെറ്റ് B. ഇത്രയേ ഉള്ളൂ. ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുകയാണ്? 2 മാർക്ക് ഈസിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അടുത്ത പ്രശ്നം നോക്കിയേ. നമുക്കിവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? യു എത്രയാണ്ട? 0 മുതൽ 6 വരെയാണ്. എ എന്താണ് മക്കളെ? 0 മുതൽ 4 വരെയാണ്. ബി എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5. 5നേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പറാണ് ആര്? ബി എന്ന് പറയുന്ന സെറ്റ്. ദെൻ റൈറ്റ് ബി ഇൻ റോസ്റ്റർ ഫോം. നമുക്ക് എന്താണ് ബി എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ബി എന്ത് ചെയ്യണം? നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണം അല്ലേ? ബി എന്താണ്ട? ബി എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5. 5നേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പർ. എന്താണ്ട പ്രൈം നമ്പർ? ആ ഒരു നമ്പറിനെ ആ നമ്പറും 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നമ്പർ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രൈം നമ്പർ. അപ്പോൾ 5നേക്കാൾ ചെറുതായിട്ടുള്ള പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 2. അതൊന്നും ഓർമ്മ വേണം. പ്രൈം നമ്പറിൽ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അതാരാണ് മക്കളെ? 2 ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. സോ എന്താണ് നമ്മൾ 2ൽ സ്റ്റാർട്ട് ചെയ്യും? 2, 3, അത് കഴിഞ്ഞ് 4 നമ്മൾ എടുക്കില്ല. അത് കഴിഞ്ഞ് വരുന്ന 5 ആണ് അടുത്ത പ്രൈം നമ്പർ. പക്ഷേ നമ്മുടെ ഇവിടെ പറയുന്നത് എന്താണ്? ലെസ് ദാൻ 5 എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആര് വരില്ല അതിൽ? 5 വരില്ല. അപ്പോൾ ബിയുടെ ആൻസർ എത്രയാണ്? എയുടെ ആൻസർ എന്താണ്? ബി ഈക്വൽ ടു സെറ്റ് 2, 3. നെക്സ്റ്റ് വൺ, ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം? എ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് അറിയാം. എന്താണ് എ കോംപ്ലിമെൻറ്റ്? യുവിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്യണം? എയെ മൈനസ് ചെയ്യണം. അതാണല്ലോ യു മൈനസ് എ. ഞാൻ എഴുതുകയാണ് യു മൈനസ് എ. നമുക്ക് നോക്കാം യുവിലുള്ള ആരൊക്കെ ഇവിടെ ഉണ്ട്? യുവിൽ നമുക്ക് എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ള യു മൈനസ് എ അല്ലേ? യുവും എയും അല്ലേ? രണ്ടിലും 0 ഉണ്ട്, ഒഴിവാക്കാം. രണ്ടിലും 1 ഉണ്ട്, ഒഴിവാക്കാം. രണ്ടിലും 2 ഉണ്ട്, ഒഴിവാക്കാം. 3 ഉണ്ട്, ഒഴിവാക്കാം. 4 ഉണ്ട്, ഒഴിവാക്കാം. അപ്പോൾ യു മൈനസ് എ എന്ന് പറയുമ്പോൾ ഇനി യുവിൽ ആര് മാത്രമേ ഉള്ളൂ? 5, 6. സോ ആൻസർ എത്ര ഉണ്ടാവും മക്കളെ? ആൻസർ 5, 6. അടുത്ത് ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി ആണ്. ഏതാണ്ട് മക്കളെ? യു മൈനസ് ബി. എന്തായിരിക്കും ആൻസർ? യു മൈനസ് ബി. നമ്മൾ എടുക്കേണ്ടത് യുവും ബിയും ആണ് എടുക്കേണ്ടത് അല്ലേ? യുവും ബിയും ആണ് എടുക്കേണ്ടത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുവിൽ ആരുണ്ട്? യുവും ബി ഇവിടെയാണല്ലേ? യുവിൽ എന്താണ്? 0. ബിയിൽ ആരില്ല? 0 ഇല്ല. 1 യുവിലുണ്ട്, ബിയിലില്ല. 2 അവിടെയുണ്ട്. എവിടെയുണ്ട്? ഇവിടെയും ആരുണ്ട്? 2 ഉണ്ട് അല്ലേ? 3 ഇവിടെയുണ്ട്. ഇവിടെ ആരുണ്ട്? 3 ഉണ്ട് അല്ലേ? സോ നമ്മൾ ഒഴിവാക്കുമ്പോൾ ഇനി നമുക്ക് എന്താണ്? ഒഴിവാക്കാൻ വേറെ ആരും ഇല്ല. യുവിൽ നിന്ന് ബി അങ്ങ് എടുത്ത് കളയാൻ പോയി. ഇനി യുവിനകത്ത് ആരൊക്കെ ഉള്ളൂ? പറഞ്ഞു. ആൻസർ എന്താണ്? 0, 1, 4, 5, 6. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്? ഇത് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനിലേ വേണ്ടത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഇവിടെ ഉള്ളൂ? പറഞ്ഞു. 5 ഇവിടെയുണ്ട്, ഇവിടെയും 5 ഉണ്ട്. ഇവിടെ 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൻസർ ഏതാണ്ട് മക്കളെ? 5, 6. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. വേറെ ഒന്നും നമുക്ക് തന്നെ ചെയ്യാനില്ല. നെക്സ്റ്റ് വൺ, അടുത്തത് നമുക്ക് വെരിഫൈ ചെയ്യാനാണ്. എങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യും? നമുക്ക് ആദ്യം LHSഉം RHS ഒക്കെ വേണം അല്ലേ? അവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, എ യൂണിയൻ ബി. എന്താണ് ഇവിടെ? എ യൂണിയൻ ബി എന്തായിരിക്കും? അത് നമുക്ക് എഴുതിയതിനു ശേഷം പോവാം. എ യൂണിയൻ ബി. എയും ബിയും കൂടെ എന്ത് ചെയ്യണം? ഒരുമിച്ച് വർക്ക് എന്ത് ചെയ്യണം? എഴുതി വയ്ക്കണം. അത്രയേ ഉള്ളൂ. അതാണ് ആര്? എ യൂണിയൻ ബി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 ആണ്. നമുക്ക് അതാദ്യം എഴുതാം അല്ലേ? എ ഈക്വൽ ടു എയിലുള്ള എലമെൻറ്റ് നമുക്ക് ഫസ്റ്റ് എഴുതാം. ഏതാണ്? പറ. 0, 1, 2, 3, 4. ഇനി ബിയിലുള്ളത് ആരാണ്? ബിയിൽ 2ഉം 3ഉം. അത് ഓൾറെഡി അതിനകത്ത് എഴുതിയിട്ടില്ലേടാ മക്കളെ? വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതാണ് എ യൂണിയൻ ബി. നമ്മുടെ LHS പാർട്ട് എന്താണ്? നമ്മുടെ LHS പാർട്ട് നമുക്ക് എന്താണ് വേണ്ടത്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യുവിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? എ യൂണിയൻ ബിയെ മൈനസ് ചെയ്യുക. അപ്പോൾ 0 മുതൽ 4 വരെ ഉണ്ട് അല്ലേ? അത് നമ്മൾ യുവിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ 0 മുതൽ 4 വരെ ഉണ്ട്. നമുക്ക് തന്നെ ഒഴിവാക്കുമ്പോൾ എന്ത് കിട്ടും? ബാക്കി കിട്ടുന്ന ആൻസർ 5, 6. ഇനി നമുക്ക് RHSലേക്ക് പോകാം. RHS എന്താണ്? RHS എന്താണ്ടാ?
എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര നമുക്കറിയാം ഇവിടെ? എത്ര നമുക്കറിയാം ഓൾറെഡി? എത്ര എന്നറിയാം? 5 6 എന്നറിയാം. എത്ര എന്നറിയാം? 5 6 എന്നറിയാം. സോ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അതിനെ അതുപോലെ എടുത്ത് അവിടെ എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാം. സോ എന്താണ്? 5 6. അപ്പം നിങ്ങൾ നോക്ക്, രണ്ടും ഒരേ ആൻസർ അല്ലേ? രണ്ടും ഒരേ ആൻസർ അല്ലേടാ മക്കളെ കിട്ടിയിട്ടുള്ളത്? ആണോ അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ലാസ്റ്റ് ആൻഡ് ഫൈനൽ LHS ഈക്വൽ ടു RHS. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര മാർക്ക് ഉണ്ടാകും മക്കളെ? 4 മാർക്ക് ഈസിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റുകയാണ്. ഓക്കെ, 4 മാർക്ക്. ഓക്കെ, അത്രയ്ക്ക് ഈസിയാണ്. നമുക്ക് അതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. നമുക്ക് ഇനി എന്താണ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അടുത്ത ക്ലാസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.